പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഈ ഇന്ത്യ ദേശത്ത് വർഗീയതയുടെ മൂലകാരണക്കാർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹം ഒരു അമാന്തവും ഇല്ലാതെ പറഞ്ഞു ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഹിന്ദുക്കൾ ഒരു ദിവസം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇത് നമ്മുടെ കൂടെ നാടല്ലേ, നമുക്കും ഇവിടെ അവകാശമില്ലേ, നമുക്കും ഇവിടെ ജീവിക്കണ്ടേ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ ആണ് ഇവിടെ വർഗീയവാദം ഉണ്ടായത്. ഹിന്ദുക്കളാണ് ഇവിടെ വർഗീയവാദികളായിട്ട് മാറിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ മതേതരക്കാരാരാണ് എന്ന് ചോദിച്ചു. മതേതരക്കാരെന്ന് നീ കണ്ടിട്ടില്ലേ? ഇതാ നോക്കി, ഇന്നലെ ഒരാൾ മതേതര പ്രസ്താവന ഇറക്കിയിട്ടില്ലേ? അതായത് കോൺഗ്രസ് ഇനി ഭരണം പിടിക്കണമെങ്കിൽ പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാവണം. ആ മഹാന്റെ മറ്റൊരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്, ആ മതേതര പ്രസ്താവന. അതായത് സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെങ്കിൽ ഞാനും വർഗീയവാദിയാണ്, അയ്യങ്കാളിയും നാരായണ ഗുരുവൊക്കെ വർഗീയവാദികളാണ്. പിന്നെ ഇതുപോലെയുള്ള, അതായത് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് മതമല്ല പ്രശ്നം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കി കാണാം, മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള മതേതരക്കാരെ നമുക്ക് എങ്ങനെ ഇവരുടെ മതേതരത്വം മാറ്റി കുറച്ച് വർഗീയവാദി ആവണം എന്ന് എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും? ആരാണ് ഇന്ത്യയിൽ വർഗീയത ഉണ്ടാക്കിയത് എന്ന നിന്റെ കൂട്ടുകാരന്റെ ചോദ്യം വളരെ ആക്ഷേപഹാസ്യ പ്രധാനമായ മറുപടിയാണ് അതിന്. സത്യത്തിൽ ആരാണ് ഇന്ത്യയിൽ ആദ്യത്തെ വർഗീയ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ സർവ്വേന്ത്യ മുസ്ലിം ലീഗ് എന്നാണ് ഉത്തരം. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, 1885 പാർട്ടി. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന അടുത്ത രാഷ്ട്രീയ പാർട്ടി 1906 സർവ്വേന്ത്യ മുസ്ലിം ലീഗാണ്, ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്. പിൽക്കാലത്ത് മുഹമ്മദ് അലി ജിന്ന നേതൃത്വത്തിൽ വന്ന മുസ്ലിം ലീഗ് 1906 എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ പേരിൽ ആദ്യത്തെ പാർട്ടി ഉണ്ടാക്കുന്നത്, മുസ്ലിം എന്ന പേരിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നത് ലീഗ് തന്നെയാണ്. അതുകൊണ്ട് ലീഗ് ഉണ്ടായപ്പോൾ പിന്നെ അതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് 1915 ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത്. പിന്നെയും 10 കൊല്ലം കഴിഞ്ഞാണ് RSS ഉണ്ടാകുന്നത് 1925. ഞാൻ പറയുന്നത്, അപ്പോൾ അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതാണ്ട് 1900 ഇതിന് അകം തന്നെ ഉണ്ടായി. 1920 അവർ റഷ്യയിൽ വെച്ചുണ്ടായി, 25 ഇന്ത്യയിൽ വെച്ചുണ്ടായി. അതൊക്കെ ഉണ്ടായാൽ പോലും ഒരു ലക്ഷണമൊത്ത മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് ചരിത്രപരമാണ്, നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് ഞങ്ങൾ പഴയ ലീഗല്ല എന്നാണ്. അതിലൊന്നും ന്യായമില്ല. ചരിത്രപരമായോ ആശയപരമായോ അത് ശരിയല്ല. കാരണം ഇന്ത്യ വിഭജിച്ചു. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ ആവശ്യമായിരുന്നെങ്കിൽ പോലും മറ്റെല്ലാവരും സാന്ദർഭികമായി അതിനോട് യോജിച്ചു പല കാരണങ്ങളാൽ. കാരണം മുസ്ലിം ലീഗ് വിട്ടുപോയാൽ ഇവിടെ മറ്റു പലർക്കും അധികാരത്തിന് സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം എല്ലാവരും, ഇപ്പോൾ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് 1940 അതിന്റെ 3 കൊല്ലം മുമ്പ് ഹിന്ദു മഹാസഭ ആവശ്യപ്പെടുന്നുണ്ട്. സാക്ഷാൽ സവർക്കറുടെ അധ്യക്ഷതയിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയല്ല, മുസ്ലിങ്ങൾക്കൊരു വേറിട്ടൊരു രാജ്യം കൊടുക്കുന്നതാണ് നല്ലതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് 1940 മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. പിന്നീട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മജി പോലും സമ്മതിച്ചിട്ടാണ് വിഭജനം നടക്കുന്നത്. അതുകൊണ്ട് വിഭജനം ആരുടെയെങ്കിലും ഒരു കൂട്ടരുടെ ഉത്തരവാദിത്തമല്ല. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പ്രിൻസിപ്പിൾ തീർച്ചയായിട്ടും വിഭജനത്തിൽ പങ്കുവഹിച്ചു. 857 അവർ ചെയ്ത പരിപാടി അതേ പണിയാണ്, അതിന്റെ തുടർച്ചയായിരുന്നല്ലോ. ബ്രിട്ടീഷുകാരുടെ നയമുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം 1940 മുതൽ മുസ്ലിം ലീഗ് 1906 മുതൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗ് 40 തൊട്ട് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു. 47 പാകിസ്ഥാൻ കിട്ടുന്നു. ഇന്ത്യ വിഭജിക്കുന്നു. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ചേർന്നൊരു പാകിസ്ഥാനായി ഒരു രാജ്യമായി അവർ സ്വീകരിച്ചു പോകുന്നു. അതാണ് ഉണ്ടാകുന്നത്. പിന്നെ കൂട്ടക്കൊലകൾ, തീർച്ചയായിട്ടും നമുക്കറിയാലോ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, പിന്നെയാണ് നമ്മുടെ സകലമാന കെടുതികളും തുടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ്, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്. അതിന്റെ പേര് വേറെയാണ്. ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ പേര് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നായിരുന്നു. ഇപ്പോഴത്തെ ലീഗിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. എന്താ വ്യത്യാസം? രാജ്യം രണ്ടായി. അപ്പോൾ പഴയ ഗ്രേറ്റർ ഇന്ത്യ ഒക്കെ പകരം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വെട്ടിമുറിച്ച് നമുക്ക് അതിർത്തി അളന്ന് തിട്ടപ്പെടുത്തി തന്ന ഒരു ഇന്ത്യ ഉണ്ടായി. ആ ഇന്ത്യൻ യൂണിയൻ, അതിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് എന്നാണ്. അപ്പോൾ പാകിസ്ഥാൻ കിട്ടിയിട്ട് ഒരുപാട് പേര് കിഴക്കും വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തും കിഴക്കൻ പാകിസ്ഥാനിലും ഒക്കെ ഉള്ളവർ പാകിസ്ഥാനിലേക്ക് പോയല്ലോ. ബാക്കി ഇന്ത്യയിൽ കുറെ പേര് വേരും പറിച്ച് അങ്ങോട്ട് പോയി, കുറെ പേര് ഇങ്ങോട്ട് വന്നു. അതിന്റെ പെടാപ്പാടും കഷ്ടപ്പാടുകളും നടന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് ലീഗ് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ ഒരു യോഗം ചേർന്നു. ആ യോഗമാണ് 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ ചേർന്നത്. അവിടെ
എന്താണ് ആലോചിച്ചത്? പഴയ മുസ്ലിം ലീഗ് ഇനി ആവശ്യമുണ്ടോ ഇല്ലയോ, വേണമെന്നും വേണ്ട എന്നും വാദം വന്നു. അവസാനം മുസ്ലിം ലീഗ് ആവശ്യമുണ്ട്. ഒരു കൂട്ടർ ആവശ്യപ്പെട്ടത് ഇനി ലീഗ് വേണ്ട, പാകിസ്ഥാൻ കിട്ടിപ്പോയല്ലോ, അതായിരുന്നല്ലോ ലക്ഷ്യം, പിന്നെ എന്തിനാണ് ലീഗ്? മഹാത്മജി ഇതേ ചോദ്യം കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണല്ലോ ദേശീയ പ്രസ്ഥാനം ഉണ്ടായില്ല, അതിനാണല്ലോ കോൺഗ്രസ്, അത് നേടിക്കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് കോൺഗ്രസ്? അതേ ചോദ്യം മുസ്ലിം ലീഗിൽ ഉയർന്നു. പക്ഷേ മുസ്ലിം ലീഗിൽ മുൻതൂക്കം കിട്ടിയത് അവശേഷിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് വേണം. അങ്ങനെ ലീഗ് നിലനിർത്താൻ തീരുമാനിച്ചു. 48-ൽ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് നിലനിർത്താനാണ്, പുതിയ ലീഗ് ഉണ്ടാക്കാനല്ല. അപ്പൊ പഴയ പാർട്ടി തന്നെയാണ്, അതിന് തുടർച്ചയാണ്. അത് മുസ്ലിം ലീഗിന്റെ പഴയ നേതാക്കന്മാർ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടും എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ 48 മാർച്ച് 10 മുസ്ലിം ലീഗ് നിലനിർത്താൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ പേര് മാറിയതുകൊണ്ട്, ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ആയതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പേര് IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാക്കി. അതേ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ ലീഗ് വേറിട്ട് വന്നു. അത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആയതുപോലെ ഇവിടെ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടായി. അത്രയേ ഉള്ളൂ. ഒരുമിച്ച് നിന്ന ലീഗ് രണ്ടായി. അപ്പൊ അതുകൊണ്ട് ആശയപരമായി ലീഗിന് സാമുദായിക സ്വഭാവം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ സാമുദായിക സ്വഭാവം ചരിത്രത്തിന്റെ നിർണായകമായ ഘട്ടത്തിൽ അങ്ങേയറ്റം കമ്മ്യൂണലായി മതരാഷ്ട്രവാദമായി മാറിയിട്ടില്ലേ? അതുമുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മുസ്ലിം ലീഗ് നല്ല യാഥാർത്ഥ്യ ബോധമുണ്ട്. അവർ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുടെ ഒരു രാജ്യമാണ്. അവിടെ ഒരു കൊച്ചു ന്യൂനപക്ഷമായി ജീവിക്കേണ്ടി വരുന്ന മുസ്ലിങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ അവർ പാലിച്ചിട്ടുണ്ട്. 48 മുതൽ പാലിക്കുന്നുണ്ട്. അവർ ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഘടിച്ച് ശക്തരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് വാദം. മുസ്ലിം ലീഗിന്റെ പഴയ നേതാക്കന്മാർ ഒന്നും തന്നെ വർഗീയമായി പെരുമാറിയിട്ടില്ല. ഈ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് അതിന്റെ സ്ഥാപകൻ. അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ബി പോക്കർ സാഹിബ് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവരാരും തന്നെ ഭരണഘടനയാണ് പ്രധാനമെന്നല്ലാതെ വർഗീയമായി പെരുമാറിയിട്ടില്ല. ഒരു മതത്തോടും അന്യ സമുദായങ്ങളോടുള്ള വിദ്വേഷം പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് പിൽക്കാലത്ത് വന്നുപെട്ട ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമൂഹത്തിൽ മതമൗലികവാദികളായ പ്രസ്ഥാനങ്ങൾക്ക്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർക്ക് മുൻതൂക്കം കിട്ടി തുടങ്ങി. അവർക്ക് വേരോട്ടം ഉണ്ടായി. അവരുടെ മാധ്യമങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിലും അത്തരം നിലപാടുകൾക്ക് മുൻതൂക്കം കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വാദപരമായ നിലപാടുകൾ എടുക്കുന്നതാണ് മുസ്ലിം വോട്ട് കിട്ടാൻ കൂടി ആവശ്യം എന്ന് വന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, സംഘപരിവാർ അധികാരത്തിൽ വന്നു, ബാബരി മസ്ജിദിന്റെ ഇഷ്യൂ വന്നു. അങ്ങനെയുള്ള കമ്മ്യൂണൽ ഇഷ്യൂസ് ശക്തിപ്പെട്ടപ്പോൾ മുസ്ലിം ലീഗും ഏതാണ്ട് ഒരു കമ്മ്യൂണൽ ഭാവത്തിലേക്ക് മാറാൻ ഒരു വിഭാഗമെങ്കിലും ശ്രമം നടത്തി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ KM ഷാജിയുടെ പ്രശ്നം. KM ഷാജി പറയുന്നത് എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ചു. ശ്രീനാരായണ ഗുരു സമുദായത്തിന് വേണ്ടി ശബ്ദിച്ചു. എപ്പോ? ഞാൻ ഹിന്ദു അല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മനുഷ്യനാണ്. ഒരു ജാതി, ഒരു മതം, അയ്യങ്കാളി എപ്പോഴാണ്? അയ്യങ്കാളി എന്നെങ്കിലും ജാതിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അയ്യങ്കാളി എന്താ പറഞ്ഞത്? അയ്യങ്കാളി ഐത്തത്തിനെതിരായി സംസാരിച്ചു. ഞങ്ങളുടെ ഈ ജന്മം മനുഷ്യന്റെ അയോഗ്യതയായി കണക്കാക്കിയിട്ട് ഈ അധസ്ഥിത ജനവിഭാഗത്തിൽ അധസ്ഥിതൻ എന്ന് പറഞ്ഞാൽ ജാതീയമായി താണജാതിയിൽ പിറന്നു എന്ന ഒറ്റ കുറ്റത്തിന് സ്കൂളിൽ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, എന്നാ പിന്നെ പാടത്ത് പണിയെടുക്കുന്ന ഞങ്ങൾ ആ പണിക്ക് പോകില്ല. അങ്ങനെയുള്ള വാദം. അതുകൊണ്ട് അത് സ്ഥിതി സമത്വത്തിന് വേണ്ടിയുള്ള വാദമല്ലേ, അതെന്താ സമുദായത്തിന് വേണ്ടിയാകുന്നത്? ഈ രാജ്യത്ത് ജനിച്ചു വീണ ഏത് പൗരനുള്ള അവകാശം ഈ രാജ്യത്തെ ഏതെങ്കിലും പൗരന് നിഷേധിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അതെങ്ങനെ സാമുദായികവാദമാവുക? എൻ്റെ സമുദായത്തിന് വേണ്ടി എന്ന് അയ്യങ്കാളി പറഞ്ഞിട്ടില്ല. അയ്യങ്കാളി പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്കും അവകാശം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആർക്കായാലും, അത് സമുദായത്തിന്റെ കണക്കിലല്ല, എന്തിന്റെ കണക്കിലായാലും. വഴി നടക്കാൻ അവകാശമില്ലേ? വില്ലുവണ്ടി വാങ്ങാൻ അവകാശമില്ലേ? എനിക്കുമുണ്ട് അവകാശം എന്നാണ് അദ്ദേഹം തെളിയിച്ചതല്ലേ. സ്കൂൾ പഠിക്കണ്ടേ? പഞ്ചമിക്ക് സ്കൂൾ പഠിക്കണ്ടേ? അതാണ് ചോദിച്ചത്. ഇതൊന്നും സാമുദായികമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ സമുദായ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊന്നും ജാതി പ്രസ്ഥാനങ്ങളല്ല, സമുദായ സംഘടനകളല്ല. ശ്രീനാരായണ ഗുരുവിനെ ജാതി നേതാവ് എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ ജാതി അല്ലാതെ മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്ത വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളാണ് ഈ ശ്രീനാരായണ ഗുരു ഈഴവന്റെ നേതാവെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഹോദരനയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടോ? സത്യവ്രത സ്വാമികൾ പറഞ്ഞിട്ടുണ്ടോ? വാഗ്ബടാനന്ദൻ പറഞ്ഞിട്ടുണ്ടോ? ആരാ പറഞ്ഞത്? ഇപ്പൊ ഷാജി പറയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പണി. ഗുരുവിന് ശേഷമുള്ള വലിയ ഗുരുവാണുള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കരുത്. ഷാജിക്ക് വേണമെങ്കിൽ തരാതരം പോലെ രണ്ടും പറയാം. എക്സ്ട്രീമായിട്ട് മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം മതേതരവാദിയാവാം. ചില നേരങ്ങളിൽ തരാതരം പോലെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വർഗീയവാദിയുമാവാം. കാരണം ഓരോരോ സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ചില അജണ്ടകൾ. അത് KM ഷാജിക്ക് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ പോലും താല്പര്യമല്ല ഷാജി പറയുന്നത്. പലപ്പോഴും ഷാജിയുടെ താല്പര്യങ്ങളാണ്. ഷാജിക്ക് മുസ്ലിം ലീഗിനകത്തെ ഈ ഗ്രൂപ്പ് ബലാബലത്തിൽ
വിഭാഗീയതയിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവരോട് ഏറ്റുമുട്ടാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സമുദായമില്ല. അദ്ദേഹം അധാർമിക വൃത്തിയുടെ ആളാണ്. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരായി സമുദായം പറയുന്ന ഒരാളായിട്ട് വരണം. അങ്ങനെയാണ് മുസ്ലിം ലീഗിനകത്ത് ഭാരവാഹിത്വം വീതം വെച്ചപ്പോൾ ഇപ്പോൾ സഹഭാരവാഹിയായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളായിട്ട് വന്നിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആവാനാണ് അത്രേ ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമാണ് ആ പവർ പൊളിറ്റിക്സ് ആണ് അത്. കുഞ്ഞാലിക്കുട്ടിയെ ഇരുത്താൻ വേണ്ടി അല്ല, അതിൽ ആ രണ്ടാമത് പറഞ്ഞ പ്രസ്താവന ഉണ്ടല്ലോ, രണ്ടാമതല്ല ആദ്യം പറഞ്ഞ പ്രസ്താവന, ഇനി ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി, അതായത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരാ മുസ്ലിം മുഖ്യമന്ത്രി? ഇവന്റെയൊക്കെ നേതാവ് CH മുഹമ്മദ് കോയ ആയിരുന്നല്ലോ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ ഭരിക്കുന്നത്, മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ജയിച്ചാൽ അങ്ങനെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ്, അങ്ങനെ ഒരു മുസ്ലിം സമുദായത്തിന്റെ നേതാവല്ലല്ലോ. അല്ല, മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. കേരളത്തിന്റെ ഒരു നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ പാർട്ടികളും ചേർന്നാണ് അന്ന് ആ നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് വന്നപ്പോഴാണ് CH മുഹമ്മദ് കോയയെ, കുറച്ച് മാസത്തേക്കാണ്, പക്ഷെ ആ ക്രൈസിസ് അദ്ദേഹം നന്നായി മാനേജ് ചെയ്തു. അത് കഴിഞ്ഞ് രാജിവെച്ച് പോയി. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആരെങ്കിലും പറഞ്ഞു മുസ്ലിം സമുദായത്തിന് വേണ്ടി CH മുഹമ്മദ് കോയ 3 മാസം നാട് ഭരിച്ച സമയത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിച്ചു എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് K ഔക്കാദർ കുട്ടി നെഹ്റു ഉപമുഖ്യമന്ത്രി ആയിരുന്നില്ലേ? മുസ്ലിം ലീഗ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഖജനാവിന്റെ 60% വരുന്ന വകുപ്പുകൾ മുസ്ലിം ലീഗ് ഭരിച്ചില്ലേ? അന്നൊന്നും അവർ കമ്മ്യൂണലായിരുന്നില്ല. ഇപ്പോഴും മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണലാണെന്ന് ഞാൻ കരുതുന്നില്ല. പാണക്കാട് തങ്ങളുടെ വാക്കുകളിൽ വർഗീയത ഉണ്ടോ? ഇല്ല. ഇതിലിപ്പോൾ ആരാ വർഗീയത ഉണ്ടാക്കുന്നത്? മുസ്ലിം ലീഗിനകത്തെ പവർ ബാലൻസിൽ KM ഷാജിക്ക് ഇപ്പം എന്താ വേണ്ടത്? UDF അധികാരത്തിൽ വരും. അപ്പൊ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഭരിക്കാനൊന്നുമല്ല. KM ഷാജിക്ക് സുരക്ഷിതമായ ഒരു സീറ്റ് മലപ്പുറം ജില്ലയിൽ കിട്ടണം. അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി പോലുള്ള പദവിയിൽ വന്നാൽ ഇവന് ഒരു മന്ത്രിയാവണം. ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. അതിനുവേണ്ടിയാണ് ഈ സമുദായത്തെ നാശമാക്കുന്നത്, മാനം കെടുത്തുന്നത്, സമുദായത്തെ മൊത്തം വർഗീയവാദികളാക്കുന്നത്. മുസ്ലിം ലീഗിനെ പോലും മാനം കെടുത്തുന്ന നിലപാടാണ് KM ഷാജിയുടേത്. അത് ലീഗ് തിരിച്ചറിഞ്ഞിട്ട് ഷാജിയെ നിലക്ക് നിർത്തിയാൽ അവർക്കും നല്ലതാണ്, കേരളത്തിനും നല്ലതാണ്.